തിരുവനന്തപുരം മേയർ വി രാജേഷ് ഡൽഹിയിൽ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ബിജെപിയുടെ ദേശീയ അധ്യക്ഷനുമായും കേന്ദ്രമന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് വി രാജേഷിന്റെ പ്രതികരണം. ശിവരാജ് സിംഗ് ചൗഹാൻജി, അതോടൊപ്പം തന്നെ ഇന്ന് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നവീൻജി എന്നൊക്കെ കണ്ടിരുന്നു. നാളെയും 1-2 മന്ത്രിമാരെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭാവി വികസന സാധ്യതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനും വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും അതോടൊപ്പം തന്നെ BJP ദേശീയ നേതൃത്വത്തിൻ്റെയും വളരെ വലിയ സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഓരോ ഘട്ടത്തിലും ചിലപ്പോൾ ഇടപെടേണ്ടി വരും. ചില കാര്യങ്ങൾ അനുവദിക്കുന്നതിനും ചില തടസ്സങ്ങൾ മാറ്റുന്നതിനുമൊക്കെ തന്നെ. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ ഇന്നലെ ഇന്നൊക്കെ ഡൽഹിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചിലരെ കണ്ടത്. തികച്ചും വളരെ നല്ല സമീപനമാണ്, തുറന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, നന്നായിട്ട് പ്രതിഫലിക്കും. അത് ഓക്കെ. അനന്തപുരി വികസനത്തിനായുള്ള എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയോ അത്തരത്തിൽ അംഗീകാരം നേടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? അല്ല, മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ ഒരു വലിയ പദ്ധതി അവതരിപ്പിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ ഓരോരോ മന്ത്രാലയത്തിനെ കൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ഓരോരോ പദ്ധതികളിലും ഇടപെടിക്കപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ആലോചനയും ചർച്ചയുമാണ് നടക്കുന്നത്. അപ്പോൾ അതാ മന്ത്രാലയങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു വലിയ തുക തിരുവനന്തപുരത്തിന് വേണ്ടി അനുവദിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പലപ്പോഴും അത് പ്രാവർത്തികമാക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥയായിട്ട് മാറാറുണ്ട്. സ്മാർട്ട് സിറ്റി കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു പദ്ധതി അനുവദിക്കുമ്പോഴേക്കും ആ തുക ചെലവഴിക്കുന്നതിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നമ്മൾ കെട്ടിപ്പടുത്ത കടകളൊക്കെ തന്നെ വെറുതെ കിടക്കുകയല്ലേ. അപ്പോൾ എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്? റോഡുകൾ നിർമ്മിച്ചതിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പലതും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ തുക അനുവദിച്ച് ആരെങ്കിലും ഏൽപ്പിക്കുന്നതിന് പകരം ഓരോരോ മന്ത്രാലയങ്ങളും ഏതൊക്കെ മേഖലയിൽ ഇടപെട്ട് ഡീപ്പായിട്ട്, അപ്പോൾ അവർ അതിൽ ഡീപ്പായിട്ട് ബോധ്യമുള്ളവരാണ്. അപ്പോൾ അവരുടെ ആഴത്തിൽ ആ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ മന്ത്രാലയത്തിനെ കൊണ്ട് ഏതറ്റം വരെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സാധ്യതകൾ തേടുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതിന് കണ്ട മന്ത്രാലയങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. ആകെ കൂടി എന്ത് സഹായമാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ, സംഘടനാ ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന സമീപനമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചോദിച്ച ഉടൻ തന്നെ നല്ല തിരക്കായിരുന്നിട്ട് ഇപ്പം കുറച്ചില്ല സംസ്ഥാനങ്ങളിലൊക്കെ ഇലക്ഷനൊക്കെ വരാൻ പോവുകയല്ലേ, അതിൻ്റെയൊക്കെ തിരക്കായിരുന്നിട്ട് ദേശീയ അധ്യക്ഷൻ സമയം അനുവദിച്ചു. അദ്ദേഹവുമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ സമയം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഇനിയും കൂടിക്കാഴ്ചകൾ തുടരും. നാളെ ഞാനിവിടെ ഉണ്ട്. തിരുവനന്തപുരം വികസനത്തിനായുള്ള കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് തന്നെയാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മേയറുടെ വാർത്താ സമ്മേളനവും ഡൽഹിയിൽ നടക്കും. KP ആദർശാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഉണ്ടാകുന്നുണ്ട്. അത് അനന്തപുരിയുടെ വികസനത്തിന് കൂടുതൽ കരുത്താകും, മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് മേയർ വി രാജേഷ് ജനം ടിവിയോട് പറയുന്നത്.